ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമാ അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. As one whom his mother comforts, so I will comfort you, and you shall be comforted in Jerusalem. യെശയ്യാപ്രവചനം അവസാന അധ്യായത്തിന്റെ 13-ാം വാക്യം. ഈ പുസ്തകത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ കഴിഞ്ഞ 66 ദിവസങ്ങളായി നാം ചിന്തിച്ചു വരികയായിരുന്നു. യഹൂദയോടും ഇസ്രായേലിനോടും അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞും അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയും ആത്യന്തികമായി വരുവാൻ പോകുന്ന മശികയിലൂടെ ലഭിക്കാൻ പോകുന്ന പ്രത്യാശയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താണ് അമ്മയുടെ ആശ്വാസത്തിനുള്ള പ്രത്യേകത? എത്ര അലറിക്കരയുന്ന കുഞ്ഞും അമ്മയുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ അവൻ കരച്ചിലടക്കും. അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം അത്ര വലുതാകുന്നു. പൊക്കിൾക്കൊടിയിലൂടെ ആരംഭിച്ച ആ ബന്ധം, ഒരിക്കലും മായാത്ത ആ അടയാളം അമ്മയുമായുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. അമ്മ എന്ന വാക്കിന് പല പര്യായ പദങ്ങളുമുണ്ട്. എന്നാൽ ഏതെങ്കിലും നിർവചനങ്ങൾ കൊണ്ട് അത് ഒതുക്കുവാൻ കഴിയാത്ത പദമാണ്. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അമ്മയെപ്പോലെ മറ്റാർക്കും കഴിയുകയില്ല. അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തിന്റെ ആഴമാണത് കാണിക്കുന്നത്. പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ സേവിച്ച് യഹോവയെ വിട്ടുപോയ യഹൂദ ജനം എപ്പോഴും മടങ്ങി വരുവാനുള്ള ആഹ്വാനം യെശയ്യാവ് കൊടുക്കുന്നു. അവർ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നു. അവർക്ക് സന്തോഷമില്ല, സമാധാനമില്ല. യെരുശലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാകുന്നു. അവിടെ പാർത്തിട്ടും അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരോടാണ് യഹോവ പറയുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. യെശയ്യാവ് 49:15 ഇങ്ങനെ ചോദിക്കുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന്. അമ്മമാർ മക്കളെ മറക്കുന്നതും അവരെ ഉപേക്ഷിക്കുന്നതും എന്ന് വേണ്ട കൊല്ലുന്നത് വരെയുള്ള സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവിടുത്തെ രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ജീവൻ തന്നതുകൊണ്ട് മനുഷ്യകുലത്തിന് ജീവൻ പ്രാപിപ്പാൻ ആ രക്തത്തിൽ ആശ്രയിച്ചാൽ മതിയാകും. ഒരിക്കലും മായ്ക്കുവാൻ കഴിയാത്ത രക്തബന്ധം. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. വനാന്തരത്തിൽ ഏകനായി വന്യമൃഗങ്ങളുടെ നടുവിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിതം കഴിച്ചപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ദൈവം മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. 94-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളാലും പ്രയാസങ്ങളാലും അലഞ്ഞ് ഒരമ്മയിൽ നിന്ന് പോലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ പ്രാണൻ വേദനപ്പെടുമ്പോൾ നമുക്ക് ആശ്വാസമായിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രം. മനസ്സലിവുള്ള ദൈവം സർവ്വ ആശ്വാസവും നൽകി നമ്മെ പരിപാലിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പൗലോസിനോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ വേദനയിൽ ഒരമ്മയേക്കാൾ അധികം ഞങ്ങളെ ആശ്വസിപ്പിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ആശ്വാസത്തിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.
ആമേൻ. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവേ